അതിജീവൻ യോഗയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നടുവേദന പൂർണ്ണമായും അകറ്റാൻ സാധിക്കുന്ന 4 യോഗാസനകളാണ്. യോഗ ചെയ്യുന്നതിന് മുമ്പേ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കുറച്ചു കാര്യങ്ങൾ ഉണ്ട്. ഒന്ന്, നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ള വസ്ത്രം ധരിക്കുക. നിങ്ങൾക്ക് ഏത് വസ്ത്രമാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആ വസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് ചെയ്യുക. ലൂസ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ കൈകാലുകൾ ചലനം മാക്സിമം ഫ്ലെക്സിബിൾ ആയി മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അതായത് ഒരു രീതിയിലും നമ്മളുടെ ചലനത്തെ തടസ്സപ്പെടുത്താത്ത രീതിയിലുള്ള വസ്ത്രങ്ങൾ അത് ധരിക്കാൻ ശ്രമിക്കുക. എങ്കിൽ നമുക്ക് ആദ്യത്തെ ആസനത്തിലേക്ക് കടക്കാം. ആദ്യം തന്നെ ശലഭാസനം. അതിനായി പതുക്കെ കമഴ്ന്ന് കിടക്കുക. ശലഭാസനത്തിന്റെ സ്ഥിതി, ഇരു കൈകളും തുടയുടെ താഴെ വയ്ക്കുക. നെറ്റി തറയിൽ. ഓരോ ആസനങ്ങളും എൻ്റെ കൂടെ ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വട്ടം പോസ് ചെയ്ത് കണ്ടതിന് ശേഷം പിന്നീട് ചെയ്യാവുന്നതാണ്. ഇൻഹേൽ. ശ്വാസം എടുത്തുകൊണ്ട് കാലുകൾ മാക്സിമം ഉയർത്തിപ്പിടിക്കുക. എക്സ്ഹേൽ. പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം പുറത്തു വിടുന്നതിനോടൊപ്പം കാലുകൾ പതുക്കെ താഴോട്ട് കൊണ്ടുവരിക. ഇതേപോലെ മറ്റേ കാലിലും ചെയ്യുക. ഇൻഹേൽ, എക്സ്ഹേൽ. ഇനി ഇരു കാലുകളും ഒരുമിച്ച് ഉയർത്തുക. ഇൻഹേൽ, എക്സ്ഹേൽ. റിലാക്സ് ചെയ്യുക. റിലാക്സ് ചെയ്യുമ്പോൾ കാലുകൾ അകറ്റി വെക്കാൻ ശ്രമിക്കുക. കയ്യിൽ കവിളുകൾ വച്ച് റെസ്റ്റ് ചെയ്യുക. അടുത്തതായി ഭുജംഗാസനം. ഭുജംഗാസനം ചെയ്യുന്നതിനായി ഇരു കൈകളും നിങ്ങളുടെ ചെസ്റ്റിന്റെ ഇരുഭാഗത്തായി ചേർത്ത് പിടിക്കുക. ഇതുപോലെ നെറ്റി തറയിൽ. കാലുകൾ ചേർത്തി വെക്കുക. ഇൻഹേൽ എന്ന് പറയുമ്പോൾ ശ്വാസം എടുത്തുകൊണ്ട് പതുക്കെ ഉയരുക. ഇൻഹേൽ, എക്സ്ഹേൽ. റെസ്റ്റ് ചെയ്യുക. വിശ്രമം ഒരു 10 സെക്കൻഡ് ചെയ്താൽ മതിയാവും. അടുത്തതായി മാർജാരാസനം. അതിനായി പതുക്കെ എണീറ്റിരിക്കുക. മാർജാരാസനം ചെയ്യുന്നതിനായി നിങ്ങളുടെ കൈകൾ നിങ്ങളുടെ തോളിന്റെ ദൂരത്ത് അളന്ന് വെക്കുക. കൈകൾ രണ്ടും മുട്ടിനോട് ചേർത്ത് വെച്ച്
ഒരു കൈപ്പത്തി കൂടെ അളന്ന് മുൻപോട്ട് ചായുക. ഷോൾഡർ ഡിസ്റ്റൻസിൽ വേണം കൈകൾ പ്ലേസ് ചെയ്യാൻ. മാർജാരാസനം ചെയ്യുമ്പോൾ സ്പൈൻ ഫ്ലെക്സിബിലിറ്റി ആണ് ഇൻക്രീസ് ആവുന്നത്. നിങ്ങളുടെ നട്ടെല്ല് മാക്സിമം ഫ്ലെക്സിബിൾ ആവുകയും അതേപോലെ നടുവേദന പൂർണ്ണമായും അകറ്റാൻ ഏറ്റവും ഉപകരിക്കുന്ന ഒരു യോഗാസന കൂടെയാണ് മാർജാരാസനം. ഇൻഹെയിൽ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇടുപ്പിന്റെ ഭാഗം ഇങ്ങനെ പിടിക്കണം. മാക്സിമം വളയ്ക്കാൻ ശ്രമിക്കുക. എക്സ്ഹെയിൽ എന്ന് പറയുമ്പോൾ ശ്വാസം വിട്ടുകൊണ്ട് തിരിച്ച് ഇങ്ങോട്ട് പിടിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് മാക്സിമം വളയുക. വീണ്ടും ഇൻഹെയിൽ എന്ന് പറയുമ്പോൾ മുകളിലോട്ട് പോവുക. എക്സ്ഹെയിൽ എന്ന് പറയുമ്പോൾ ഉള്ളിലോട്ട് പിടിക്കുക. ഈ ഒരു ആസനം 3 തവണ ചെയ്യേണ്ടതാണ്. റിലാക്സ്. ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന ആസനം വജ്രാസനമാണ്. ഇങ്ങനെ ഇരിക്കുന്നതിൽ നിങ്ങളുടെ കാലിലേക്കുള്ള രക്തയോട്ടം വർദ്ധിക്കുകയും മസിൽ പിടുത്തങ്ങളോ മറ്റ് കാൽ മുട്ടിലോ കാൽ മസിലുകളിലോ വേദന ഉണ്ടെങ്കിൽ പൂർണ്ണമായും ഇല്ലാതാകും. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ശശാങ്കാസനം അഥവാ ബാലാസനം എന്ന് പറയുന്ന ചൈൽഡ്സ് പോസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ആസനമാണ്. അതിനായി ഇരു കൈകളും നിങ്ങളുടെ കാലിന്റെ ഇരുഭാഗത്ത് ഇങ്ങനെ പ്ലേസ് ചെയ്യുക. ഇങ്ങനെ വെക്കുക. ഇൻഹേൽ എന്ന് പറയുമ്പോൾ ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ മുകളിലോട്ട് ഉയർത്തുക. ഇൻഹേൽ. എക്സ്ഹെയിൽ എന്ന് പറയുമ്പോൾ ശ്വാസം വിട്ടുകൊണ്ട് മുൻപിലോട്ട് ചാഞ്ഞു കിടക്കുക. എക്സ്ഹേൽ. ഇൻഹേൽ. ശ്വാസം എടുത്തുകൊണ്ട് ഉയർന്നത് എടുക്കുക. എക്സ്ഹേൽ. ഈ 4 ആസനങ്ങൾ പൂർണ്ണമായും നിങ്ങളുടെ നടുവേദന മാറ്റാൻ സഹായിക്കുന്ന ആസനങ്ങളാണ്. ഇവ ദിവസം ഒരു 15 മിനിറ്റ് എടുത്ത് ചെയ്യാൻ ശ്രമിച്ചാൽ, ഞാൻ പറഞ്ഞതുപോലെ ശ്വാസം എടുത്തുകൊണ്ട് പതുക്കെ ശ്വാസം വിട്ട് വളരെ പതുക്കെ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ബെറ്റർ റിസൾട്ട്സ് എന്തായാലും നിങ്ങൾക്ക് കിട്ടും. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.